ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ മീനം രാശിയിൽ ശനി വക്രത്തിലാകുന്നതിൻ്റെ ഗുണദോഷങ്ങൾ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശനി 4ഉം 5ഉം ഭാവാധിപനാണ്, യോഗകാരകനാണ്. 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 6ൽ സഞ്ചരിക്കുകയാണ്. ജൂലൈ 27 മുതൽ 6ൽ ശനി വക്രഗതിയിലാകുകയാണ്. ഡിസംബർ 11 വരെ 6ാം ഭാവരാശിയിൽ ശനി വക്രസ്ഥിതിയിലായിരിക്കും. ആ വക്രശനി പ്രത്യേകിച്ച് ഈ കുറുകാരുടെ 3, 8, 12 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതേസമയം ഈ കുറുകാർക്ക് 3ഉം 6ഉം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു ഇപ്പോൾ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ആ ഗുരു 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശനി യോഗകാരകനായ ഗ്രഹമാണ്. രാശ്യാധിപൻ ശുക്രൻ്റെ മിത്രഗ്രഹമാണ് ശനി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പം ശനിയെ സംബന്ധിച്ചിടത്തോളം 6ലെ ശനി പൊതുവെ ഗുണപ്രദമാണ്. അതേസമയം 6ൽ ശനി വക്രത്തിൽ ആകുമ്പോൾ നമ്മൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതിൽ കെയർ കൊടുക്കണം, ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അത് നമുക്ക് മുമ്പ് വന്ന എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും വരാനൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അവലോകനം ചെയ്യണം 6ലൊക്കെ ശനി വക്രത്തിലാകുമ്പോൾ. ഇപ്പോൾ വർക്കിൽ പ്രത്യേകിച്ച് ആ ഉത്തരവാദിത്തങ്ങൾ അത് കറക്റ്റായിട്ട് നിർവഹിച്ച് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടൊക്കെ ഉള്ള സഹകരണം ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. തൊഴിലിടത്ത് ക്ഷമ, അച്ചടക്കമൊക്കെ അനിവാര്യമായിട്ടുള്ള സമയമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് 6ൽ ശനി വക്രത്തിലാകുമ്പോൾ ഉണ്ടാകണം. അതുപോലെ നമ്മൾ തൊഴിലിടത്ത് എല്ലാ പ്രവർത്തനങ്ങളും ഒരു അവലോകനം ചെയ്യേണ്ടുന്ന സമയവും കൂടെയാണ്. ഇപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉള്ളവർ അതിലും ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതേസമയം നമ്മൾ ദിനചര്യകളിലൊക്കെ കെയർ കൊടുത്തു പോവുക, തൊഴിലിലൊക്കെ കൂടുതൽ അച്ചടക്കമൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ആഹാരം, അതുപോലെ നല്ല ആഹാരത്തിൽ കെയർ കൊടുക്കുക, വർക്കിലൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഈ പ്രത്യേകിച്ച് 6ൽ ശനി വക്രത്തിലാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവകളിലൊക്കെ നമ്മൾക്ക് ഒരു അവലോകനം ആവശ്യമായിട്ടുള്ള സമയമാണ്. പഠനത്തിലാണെങ്കിൽ ആ പഠനമൊക്കെ നമ്മൾ അവലോകനം ചെയ്യേണ്ടുന്ന സമയമാണ്. പോരായ്മകൾ വന്നിട്ടുണ്ടോ അത് കറക്റ്റ് ചെയ്തൊക്കെ പോകേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് പഠന സംബന്ധമായിട്ട് തീരുമാനങ്ങളായാലും കുടുംബ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളായാലും അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും നമുക്ക് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അവിടെയൊക്കെ ഒരു വീണ്ടും വിചാരമൊക്കെ ആ തീരുമാനത്തിൽ ഉണ്ടാകണം. ഇപ്പോൾ തൊഴിലിലൊക്കെ ഉത്തരവാദിത്വം കൂടുന്നത്, അതുപോലെ കുടുംബത്തിലൊക്കെ ഫോക്കസ്, തൊഴിലിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കുടുംബകാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയൊക്കെ നമുക്ക് ഈ സമയത്ത് വേണം. പ്രത്യേകിച്ച് 4ാം ഭാവാധിപനും കൂടിയാണ് ശനി. അപ്പോൾ ആ ശനി വക്രത്തിലാകുമ്പോൾ നമ്മൾ കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റൊക്കെ കുറയാൻ സാധ്യതയുണ്ട്, അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ വീട്, വാഹനം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. വ്യവഹാരങ്ങളിൽ
നമ്മൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവയൊക്കെ പരിഹരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. കാരണം 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ 6ൽ ശനി വക്രത്തിലാകുന്നതിൻ്റെ ദോഷം ഒരു പരിധിവരെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6ൽ ദൃഷ്ടി ചെയ്യുക വഴി നമുക്ക് കഴിയും. ആ പ്രോബ്ലങ്ങൾ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല നമ്മൾ കടബാധ്യതകൾ ഒക്കെ നമ്മൾ അവലോകനം ചെയ്ത് അത് പരിഹരിക്കുന്നതിനും കൂടെ അനുകൂല സമയമാണ്. കടം വീട്ടുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ 6ൽ ശനി വക്രത്തിലാകുമ്പോൾ പൊതുവെ ആ ശനി 5ാം ഭാവരാശിയുടെ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് കാണാം. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. ബുദ്ധിശക്തി, മെമ്മറി പവറൊക്കെ ഈ സമയത്ത് അവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ വന്ന വീഴ്ചകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ഉണർവ് ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം. സേവനതലത്തിൽ നമുക്ക് കുറവുകൾ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ സേവനത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. പൊതുവെ ശനിയുടെ ബ്ലെസ്സിങ്സ് നമുക്ക് ഈ സമയത്തുണ്ടാകും എന്ന് തന്നെ പറയാം. വക്രശനി 3ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എഴുത്തുകാരായാലും പ്രഭാഷകരായാലും പ്രസാധകരായാലും മീഡിയ പ്രവർത്തകർ അവരുടെയൊക്കെ വർക്കിൽ ഒരു വിലയിരുത്തൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. അവയിലൊക്കെ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം. അതുപോലെ സഹോദരങ്ങൾ, അയൽപക്കക്കാർ, ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെയുള്ള ശ്രമം ഈ സമയത്തുണ്ടാകണം. അതുപോലെ പൊതുവെ ഒരു ഇവാലുവേഷൻ്റെ സമയം എന്ന് തന്നെ പറയാം. വക്രശനി 8ാം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് അവിടെ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അത് പുറത്തറിയുന്നതിനൊക്കെ സാധ്യത ഉണ്ട്. അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഒരു കെയർ വേണം. ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ശ്രദ്ധിക്കണം. യാത്രകളിൽ കെയർ വേണം. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ചിലർക്ക് ഈ പാർട്ട്ണർഷിപ്പിലും അതുപോലെ തന്നെ ജോയിൻ്റ് അസറ്റിലുമൊക്കെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ശ്രദ്ധിക്കുക. സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശനി 12ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വക്രശനി 12 ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ആധ്യാത്മിക കാര്യത്തിൽ, നിഗൂഢ ശാസ്ത്രങ്ങളിൽ, ഗവേഷണാദി കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ അല്പം കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് നേട്ടം ഉണ്ടാകും. വിദേശ യാത്രകളിൽ വന്ന തടസ്സങ്ങളൊക്കെ മാറ്റാൻ കഴിയും. വിസ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ കഴിയും. പൊതുവെ നമുക്ക് ഈ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ 12ലെ വക്രശനിയുടെ ദൃഷ്ടി കൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഈ സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ശനി വക്രത്തിലാകുന്നത് പൊതുവേ നമുക്ക് വക്രത്തിലാകുമ്പോൾ ഒരു ക്ഷമ, അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങൾ 6ലാണ് ആ ശനി വക്രത്തിലാകുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് ക്ഷമ വേണം, അച്ചടക്കം വേണം. അതുപോലെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു വിലയിരുത്തൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. അങ്ങനെയൊക്കെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമ്മൾ വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ശനി നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ വർക്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ട്രബിൾ ഉണ്ടെങ്കിൽ ആ ട്രബിളൊക്കെ പരിഹരിക്കുന്നതിന് പ്രത്യേകിച്ച് 6ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.